ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉള്ളിവട, ഉഴുന്നുവട, പരിപ്പ് വട, പക്കവട, അങ്ങനെ ഒരുപാട് വടകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ. ഗ്രീൻ പീസ് കൊണ്ടുള്ള വട കഴിച്ചിട്ടുണ്ടോ? നല്ല മുരിഞ്ഞ അടിപൊളി ഒരു ഗ്രീൻ പീസ് വടയുടെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗ്രീൻ പീസ് തന്നെയാണ്. എൻ്റെ കയ്യിൽ വെള്ള ഗ്രീൻ പീസ് ആട്ടോ ഇരിക്കുന്നത്. നിങ്ങളതിൽ പച്ച ഗ്രീൻ പീസോ ഫ്രോസൺ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഒരു അരക്കപ്പുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കാം. ഒരു 3-4 മണിക്കൂർ എന്തായാലും കുതിരാൻ വെക്കണം. ഇതിപ്പോൾ നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 3-4 വെള്ളത്തിൽ കഴുകി ഒന്ന് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എരിവിന് 2 പച്ചമുളക്, ചെറിയ പച്ചമുളക് കേട്ടോ, ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഏകദേശം നമ്മളെ പരിപ്പ് വട പോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒറ്റ ട്രിപ്പിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ അധികം ഉണ്ടെങ്കിൽ, ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചതച്ചിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. കടിക്കാനും കിട്ടണം, എന്നാൽ കുറച്ച് ചതഞ്ഞും കിട്ടണം, ആ ഒരു പരുവേ. ഇപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ പൊടികളും എല്ലായിടത്തും എത്തണം. അപ്പം നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉരുട്ടി നമ്മളെ പരിപ്പ് വടയൊക്കെ പൊരിക്കുന്ന ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. ഒരുപാട് കട്ടിക്കാക്കരുത്, കുറച്ചൊന്ന് നൈസായിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ ഉൾഭാഗം വേവില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാം. കറിവേപ്പില എണ്ണയിൽ കിടന്ന് നല്ല മുരിഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് ഓരോ ഗ്രീൻ പീസ് വട ഇട്ട് കൊടുക്കാം. വട ഇടുന്ന സമയം എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. പിന്നെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ ഉൾഭാഗം വേവില്ല, പുറം നല്ല മുരിഞ്ഞും വരും. ഇനി മറിച്ചും തിരിച്ചു വിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചുകൂടി ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ച് എടുത്തിടാൻ, ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇത് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നല്ലപോലെ കിട്ടും കേട്ടോ ഗ്രീൻ പീസ് വട. ഇതിപ്പോൾ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. നമ്മളെ ഗ്രീൻ പീസ് വട റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. നല്ല ചൂട് കട്ടൻ ചായയുടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. റെസിപ്പിയും സിമ്പിളല്ലേ, പെട്ടെന്ന് കഴിഞ്ഞു. ടേസ്റ്റ് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ പരിപ്പ് വട കഴിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്രീൻ പീസ് വേണമെങ്കിലും എടുക്കാം. മസ്റ്റ് ഐറ്റം കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.